നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ മണിക്കുട്ടൻ്റെ സ്ഥലമൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ മണിക്കുട്ടൻ നമ്മളെ വിട്ടു പോയതിന് ശേഷം ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു. പിന്നെ ഇനി നമുക്ക് ഒരു പക്ഷിയോ പറവയോ മറ്റ് പട്ടിയോ പൂച്ചയോ ഒന്നും തന്നെ വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് വിശ്രമം എടുക്കേണ്ട പ്രായമായി. നമുക്ക് അങ്ങനെയുള്ള ഒന്നും തന്നെ വേണ്ട എന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നത് പോലെയല്ലല്ലോ ദൈവം തീരുമാനിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് ഒരു പുതിയ ഒരാളെ കൊണ്ടു തന്നു. ഞങ്ങളാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് പോകേണ്ടതായിരുന്നു. അപ്പം ആ യാത്ര ഞങ്ങൾ ദൈവമായിട്ട് ഇന്നലെ ക്യാൻസലാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നേരെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ, മണർകാട് താമസിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ സുലോഹയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങളെ വിളിച്ചു പറയാതെ ഞങ്ങൾ ഇന്നലെ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ മണർകാട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് മണർകാട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ വഴി, ഏറ്റുമാനൂരിന് മണർകാട് ദേവീക്ഷേത്രത്തിന് പോകുന്ന ആ വഴിക്ക് ഒരു കാണിക്കവഞ്ചിയുണ്ട്. മണർകാട് ദേവീക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ളൊരു കാണിക്കവഞ്ചി. പക്ഷെ ഞങ്ങൾ ഒരുപാട് തവണ ഈ ഉണ്ണികൃഷ്ണൻ്റെ ഒക്കെ വീട്ടിൽ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകും. ഇതുവരെയായിട്ട് നമുക്ക് അങ്ങനെ അവിടെ വഞ്ചി പൈസ ഇടാനൊന്നും തോന്നിയില്ല. ഇന്നലെ എന്തോ ഞങ്ങൾ പോയപ്പോൾ അതുവഴി വന്നപ്പോൾ പൈസ ഇടണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ പൈസ ഇടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ സിന്ധു പറഞ്ഞ് എപ്പോഴും ഇതുവഴി പോകുന്നതല്ലേ, നമുക്കൊരു കാണിക്ക ഇട്ടേച്ച് പോകാം എന്ന് പറഞ്ഞ് ഞാനവിടെ കാണിക്ക ഇടാനായിട്ട് ഇറങ്ങിയ സമയത്ത് മഴ പെയ്ത് ആ മഴവെള്ളത്തിനകത്ത് തണുത്ത് വിറച്ച് ഒച്ചുപോലായി ആ പകുതി വെള്ളത്തിലും പകുതി കരയിലുമായിട്ട് കിടന്ന് പിടയ്ക്കുന്ന ഒരു കിളിക്കുഞ്ഞ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരാരും കണ്ടിട്ടുണ്ടാവില്ല. അവരാരും കണ്ടിട്ടുണ്ടാവില്ല. അല്ലെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ആരെങ്കിലും എടുത്ത് അവിടുന്ന് മഴ നനയാത്ത സ്ഥലത്ത് എവിടോട്ടെങ്കിലും വെക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ വണ്ടിക്കകത്ത് വെച്ച് അതിനെ ഒരുപാട് തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ എല്ലാം തുടച്ച് മാറ്റി അതിനെ വെച്ച് ഉണ്ണികൃഷ്ണൻ ഒരു കാർട്ടൂൺ തന്നു. ആ കാർട്ടൂണിനകത്താക്കി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു പ്രാവിൻ്റെ കുഞ്ഞാണ്, പക്ഷേ നമ്മുടെ സാധാരണ ഇനത്തിൽപ്പെട്ട പ്രാവും കുഞ്ഞല്ല. അതിനെ കണ്ടിട്ട് വേറൊരു വെറൈറ്റി കളറാണ് അതിനെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ അല്ലല്ലോ ദൈവം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നിമിത്തമായി ഞങ്ങളുടെ എറണാകുളം ട്രിപ്പ് ക്യാൻസലാവുകയും അവിടേക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് അതിനെ ഞങ്ങൾക്ക് തന്നെ കൊണ്ട് തരാൻ വേണ്ടി ദൈവം ഒരു നിമിത്തമായിട്ട് അതിനെ അവിടെ വെച്ചിരുന്നു. ആ കുഞ്ഞിനെ നമുക്കൊന്ന് കാണാം. ഒന്ന് എടുത്തേ, എല്ലാരെയും ഒന്ന് കാണണ്ടേ. നമുക്ക് മണിക്കുട്ടൻ്റെ പുനർജന്മമാണോ ഒന്നും അറിയത്തില്ല. നമുക്ക് ഓരോ നിമിത്തങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തർ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടോ, ഒരു കൈ നേരെ വെക്കുക, ശരിക്കും വെക്കുക. ബ്രൗൺ കളറും കൂടി, ബ്രൗൺ അല്ലല്ലോ, അപ്പം ഞങ്ങൾക്ക് വേറൊരു പ്രത്യേക കളറാണ് കണ്ടോ. അപ്പം ഞങ്ങൾക്ക് അവിടെ ദേവിയുടെ നടയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട്, ദേവിയുടെ കാണിക്ക വഞ്ചിയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് ഇട്ടിരിക്കുന്ന പേര് കല്യാണി എന്നാണ്. ഒരു കണ്ണേ വിരിഞ്ഞിട്ടുള്ളേ, ഒരു കണ്ണ് വിരിഞ്ഞില്ല. ഇപ്പോഴും ആ തണുപ്പ് ഇതിൻ്റെ ഞങ്ങൾ തുണിയൊക്കെ വെച്ച് ഇങ്ങനെ മൂടി പുതച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരും, ഒരു കണ്ണ് വിരിയാതെ അങ്ങനെ വരുമോ എനിക്കറിയില്ല. ഒരു കണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ. എൻ്റെ തോളിൽ നിന്ന് പറന്നേ ആൾ ഇവിടെ വന്നിരിക്കുക കണ്ടോ. അമ്മണിക്കുട്ടോ, അല്ല അമ്മണി, കല്യാണിന്ന് വിളിച്ച് അവസാനം അമ്മണിയായി. കുഞ്ഞിങ്ങി വാ. ഞങ്ങളുടെ മണിക്കുട്ടൻ്റെ കൂട്ട് തന്നെ ഞങ്ങൾ ഒത്തിരി സ്നേഹിച്ച് വളർത്തിയ ഒരു പ്രാവുണ്ടായിരുന്നു അമ്മിണി. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്ന സമയത്ത് അവൾ അപ്രത്യക്ഷമായി. കല്യാണി പെണ്ണേ, ഞങ്ങളുടെ കൊച്ചു കല്യാണിയെ നിങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാണ്. ഇനി എല്ലാം ഞങ്ങൾ വെച്ച് ഉപേക്ഷിച്ചതായിരുന്നു. ഇനി എന്നാണ് എന്തോ പറ്റി? പാപ്പം മതിയോ? ഇനി വേണോ? അങ്ങോട്ട് പോകണ്ട. വല്ല കാക്കയോ വല്ലതും വന്ന് കൊത്തിയെങ്കിൽ എന്തോ ചെയ്യും? ഇനി ഞങ്ങൾ
ഇവളെയും കൊണ്ടാണ് ഇങ്ങനെയുള്ള യാത്രകളെല്ലാം. അതെ. ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. ഇതാ സൂക്ഷിക്കണേ, നമ്മുടെ ചോട്ടു വന്നിട്ടുണ്ട്, അവനെ സൂക്ഷിക്കണേ, പുറയിലുണ്ടേ. അതെ. കണ്ടോ ഇങ്ങനെ കണ്ടോ, അവളെ നല്ല അടുത്തോട്ട് വരുവാണെങ്കിൽ ഞാൻ മുട്ടുകാല് തല്ലി പിടിക്കും കേട്ടോ. ഇവാനും കുഞ്ഞിനെ ഞാൻ വാണിങ് കൊടുത്തിട്ടുണ്ട്. അവൻ വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടിൻ്റെ മുട്ടുകാല് ഞാൻ തല്ലി പിടിക്കുന്നു. ഇനിയിപ്പം ഇവളെ നമുക്ക് പുറത്ത് വിടണ്ടേ, അതുവരെയുള്ള സംരക്ഷണം മൊത്തം നമ്മൾ ഏറ്റെടുക്കണ്ടേ. ഇതാണ് ഞങ്ങളുടെ കല്യാണിക്കുട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കല്യാണിയുടെ ഓരോരോ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അവിടെ ഓരോ ദിവസത്തെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാം. നമ്മുടെ മണിക്കുട്ടൻ്റെ വളർച്ച നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയുടെ വളർച്ചയും നമുക്ക് കാണാം. ഞാടി ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിരിക്കുക കണ്ടോ. ഇപ്പം എപ്പോഴും ഇവിടെ തന്നെ. ചോട്ടു എന്നാ ഇപ്പം ഞങ്ങൾ വിളിക്കുന്ന പേര്. ചോട്ടു. ആ തുണി വെക്കണ്ട, ആ തുണിയെ കാലെ നൂല് ഉരുങ്ങും. വേറെ തുണി വെച്ചങ്ങിടാം. അപ്പം നമ്മളെ ഇവളെ അകത്ത് കൊണ്ട് കയറ്റാൻ പോവാണേ. കയറ്റുക. ഇച്ചിരി ചോറ് കൊടുത്തു. ഇച്ചിരി ചോറെന്ന് പറഞ്ഞാൽ ഞെരടി കഞ്ഞി പോലാക്കിയാണ് കൊടുത്തത് പില്ലറിനകത്ത്. ഒന്നും കഴിക്കാനൊന്നും ആയിട്ടില്ലല്ലോ പാവം. ഇവിടെ പിന്നെ പുതിയൊരാളൂടെ വന്നിട്ടുണ്ടല്ലോ, ചോട്ടു പൂച്ച. അത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം എപ്പോഴും. നമുക്കിങ്ങനെ എപ്പോഴും ഓരോരുത്തർ വന്നുകൊണ്ടേയിരിക്കും ഇല്ലേ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊരു സന്തോഷം അവരെയൊക്കെ നോക്കുക എന്നുള്ളത്. നമ്മുടെ മണിക്കുട്ടൻ്റെ വേർപാടേ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ആരും വേണ്ട, നമ്മുടെ ഇവാനും കുഞ്ഞിനും മതി. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് പ്രായമായി വരുന്ന സമയത്ത് ഇവരെ പരീക്ഷിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഡോക്ടർക്ക് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. തന്നെയല്ല നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും സാരമില്ല, നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ. ഒരു ജീവന്റെ വില, അത് കിളിയായാലും മനുഷ്യരായാലും എല്ലാം. ഞങ്ങളിനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടേ പോകാൻ യാത്രയേ ഉള്ളൂ. അതെ, കാറിൽ ഇരുന്നോളുമല്ലോ, കുഴപ്പമില്ല. ഇതിനകത്ത് ഇരുന്നോളും. ടൂർ പോയാലും എവിടെ പോയാലും ഇവിടെ കൊണ്ട് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ അവളെ വലുതാക്കി പറത്തി വിടണം. അതുവരെ വലിയൊരു ദൗത്യമാണ് ഞങ്ങൾക്ക്. അതേപോലെ നമ്മളെ മണിക്കുട്ടനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും കല്യാണിയെ സ്നേഹിക്കണം. കല്യാണി കുഞ്ഞിനെ അവളുടെ ഓരോ ദിവസത്തെ പ്രോഗ്രസ് ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എന്താണ് വെളിയിലോട്ട് വാച്ച് അവിടെ കണ്ടിട്ടുണ്ട്, നോട്ടമൊക്കെ കണ്ടോ? എന്തോ അടി അവിടെ ഇങ്ങോട്ടോ. എന്താ കുഞ്ഞോട് അലമാരയുടെ മേളിൽ കയറിയിരിക്കുന്നേ? നോക്കട്ടെ ഞാൻ എന്തോ വന്ന്. അവിടെ അല്ല പൂച്ച കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എന്തോ മോൻ അവിടോട്ട് നോക്കുന്നേ? അവിടുന്ന് ഇനി എങ്ങനെ ഇറങ്ങുന്നേ? ആ, ഈ കബോർഡിന്റെ വെളിയിൽ നിന്ന് എങ്ങനെ ഇറങ്ങുന്നേ? ഇങ്ങോട്ടോ ഇങ്ങോട്ടാ കുഞ്ഞ വന്നേ, വാ പെണ്ണേ. കുഞ്ഞ കബോർഡിന്റെ വെളിയിൽ കയറിയിരിക്കുന്നേ. വാ, അച്ഛ ഇറക്കാം. താഴെ ഇറങ്ങാൻ വയ്യാതിരിക്കുവാണോ ഇപ്പം? എന്നാ